நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ തിരുക്കോത്തുമ്പിപ്പാട്ടിലെ അടുത്ത ചില ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വഞ്ചടയാർന്നോൻ തന്നുടെ തയ്യലുമൊത്ത് വന്നെന്നെ കൈക്കൊണ്ടിടായിൽ ഞാനുമെൻ ചിന്തയും എന്നുടെ നായകൻ തന്നരികത്ത് ചേർന്നിടാനാമോ. വാനും ദിശകളും ആഴിയുമായോൻ്റെ തേൻ ചിന്തും ചേവടി ചെന്നത് ഓതു വണ്ടേ നീ. അല്ലയോ വണ്ടേ നീ ശിവൻ്റെ തൃപ്പാദങ്ങൾ ചേർന്ന് പാടൂ. വഞ്ചടയാർന്നോൻ തന്നുടെ തയ്യലുമൊത്ത് വന്നെന്നെ കൈക്കൊണ്ടിടായികയിൽ ഞാനുമെൻ ചിന്തയും എന്നുടെ നായകൻ തന്നരികത്ത് ചേർന്നിടാനാമോ. വഞ്ചടയാർന്ന ഭഗവാൻ തൻ്റെ പാർവതീദേവിയോടൊത്ത് എൻ്റെ അരികിലേക്ക് വന്നില്ല എങ്കിൽ ഞാനുമെൻ ചിന്തയും എന്നുടെ നായകനുമായി എങ്ങനെ അലിഞ്ഞു ചേരും. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങ് പാർവതീ സമേതനായി എന്നരികിൽ വന്ന് എന്നെ ആൾക്കൊള്ളുക, വേഗത്തിൽ വന്ന് എന്നെ സ്വീകരിക്കുക. അങ്ങനെ വന്നില്ല എങ്കിൽ ഞാനുമെൻ ചിന്തയും എങ്ങനെ അങ്ങയുടെ പാദങ്ങളിൽ അലിഞ്ഞു ചേരും. അപ്പോൾ ഞാൻ അങ്ങയിൽ അലിഞ്ഞു ചേർന്നാൽ മാത്രം പോരാ, എൻ്റെ ചിന്തയും എൻ്റെ സങ്കല്പങ്ങളുമെല്ലാം അങ്ങയെക്കുറിച്ച് മാത്രമായിരിക്കണം. എൻ്റെ ചിന്ത എപ്പോഴും ശിവ 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 എന്നുള്ള ആ നാമജപത്തിൽ മുങ്ങിക്കഴിയണം. അതിനു വേണ്ടി അല്ലയോ ഭഗവാൻ, അങ്ങ് പാർവതീ സമേതനായി എൻ്റെ അരികിൽ വന്ന് എനിക്ക് മോക്ഷം നൽകുക. അതോടെ ഞാനും എൻ്റെ ചിന്തയും സമ്പൂർണമായി അങ്ങയിൽ ലയിച്ചു ചേരട്ടെ. വാനും ദിശകളും ആഴിയുമായോൻ്റെ തേൻ ചിന്തും ചേവടി ചെന്ന് പാടു വണ്ടേ നീ. അല്ലയോ വണ്ടേ നീ ശിവൻ്റെ പാദങ്ങളിൽ ചെന്ന് പാടൂ. എങ്ങനെയുള്ള ശിവൻ? വാനും ദിശകളും ആഴിയും നിറഞ്ഞു നിൽക്കുന്നവൻ. അപ്പോൾ ആകാശം അങ്ങാണ്, അതേപോലെ 8 ദിശകളും അങ്ങാണ്, ആഴിയും മഹാസമുദ്രവും മഹാവൻകടലും എല്ലാം അങ്ങാണ്. അപ്പോൾ 14 ലോകങ്ങളും അങ്ങാണ്, അങ്ങല്ലാതെ മറ്റൊന്നുമല്ല. ഈ പ്രപഞ്ചങ്ങളാകെ നിറഞ്ഞു നിൽക്കുന്നത് ശിവസ്വരൂപമാണ്. ആ ശിവസ്വരൂപത്തിൻ്റെ പാദങ്ങളിൽ ചെന്ന് അല്ലയോ വണ്ടേ നീ അതിമനോഹരമായി പാടുക. അപ്പോൾ വണ്ടിനോട് പറയുകയാണ്, അല്ലയോ വണ്ടേ എങ്ങനെയുള്ള ശിവനാണ്? ആഴിയും അതേപോലെ തന്നെ ദിശകളും വാനും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. അപ്പോൾ സകലത്തിലും ശിവൻ കുടികൊള്ളുന്നു. ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിലാകെ, ഈ പ്രപഞ്ചങ്ങളാകെ അല്ലയോ ശിവ അങ്ങയുടെ വിഭൂതികളാണ്. അങ്ങയുടെ മഹാവിഭൂതികൾ നിറഞ്ഞ ഈ പ്രപഞ്ചങ്ങളാകെ അങ്ങ് മാത്രമേയുള്ളൂ, മറ്റാരുമില്ല. അങ്ങ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന എല്ലാം അങ്ങയിൽ ഉൾക്കൊള്ളുന്ന അല്ലയോ ശിവഭഗവാനെ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ദേവാധിദേവ, അങ്ങ് എന്നെയും ഉൾക്കൊണ്ട് എന്നെയും അങ്ങയുടെ അടിമയാക്കി മാറ്റണമേ. ഞാൻ സമ്പൂർണമായി ഇതാ ശരണാഗതി പ്രാപിക്കുന്നു. അല്ലയോ ഭഗവാൻ, എന്നെ അങ്ങ് പാർവതീ സമേതനായി വന്ന് സ്വീകരിച്ചാലും. അങ്ങനെ പാർവതിയോടൊത്തുള്ള അല്ലയോ ശിവഭഗവാനെ, അങ്ങ് എന്നെ വന്ന് ആൾക്കൊള്ളുക. അങ്ങനെ എൻ്റെ ജീവിതം ധന്യമായി തീരട്ടെ, എൻ്റെ ജീവിതം ശിവമയമായി തീരട്ടെ, എൻ്റെ ജീവിതം ശിവോഹമായി മാറട്ടെ എന്നാണ് ഇവിടെ മാണിക്യവാചകർ ഉള്ളുരുകി പാടുന്നത്.
ഉള്ളത്തിനെത്താത്ത രൂപമാർന്നിടുന്നോൻ, ഉണ്മയായി ആനന്ദമാകുന്ന കാരുണ്യ വെള്ളമാമീശൻ പുരാൻ എന്നെ അടിയാനായി കൊള്ളുന്നോൻ ചാരച്ചെന്ന് പാടുവണ്ടേ നീ. അല്ലയോ വണ്ടേ നീ പാടുക. ഉള്ളത്തിനെത്താത്ത രൂപമാർന്നിടുന്നവൻ, എൻ്റെ ഉള്ളത്തിന്, മനുഷ്യരുടെ ചിന്തകൾക്കും അപ്പുറം നിലകൊള്ളുന്ന, മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറം നിലകൊള്ളുന്ന, എല്ലാത്തിനും അപ്പുറം നിലകൊള്ളുന്ന അല്ലയോ ഭഗവാൻ ശിവൻ. ഉണ്മയായ ഭഗവാനെ, സത്യസ്വരൂപനായ ശിവഭഗവാനെ, അങ്ങയുടെ കാരുണ്യാമൃതത്തിൽ ഞാനിതാ മുങ്ങിക്കുളിക്കുന്നു. അങ്ങയുടെ കാരുണ്യമാകുന്ന മഹാപ്രവാഹത്തിൽ ഞാനിതാ നീന്തി തുടിക്കുന്നു. കാരുണ്യവെള്ളമാമൻ പുരാൻ എന്നെ അടിയാനായി സ്വീകരിക്കുക. അങ്ങനെ അടിയാന്മാരിൽ വച്ച് അടിയാനായി അല്ലയോ ഭഗവാൻ അങ്ങ് എന്നെ സ്വീകരിക്കുക. കാരുണ്യവാനായ ശിവൻ എന്നാണ് വിശേഷണം. അത്ര കരുണാമൂർത്തിയാണ്. അത്രയൊന്നും ഭക്തിയില്ലാത്ത തന്നെ പോലും കാരുണ്യപ്രവാഹത്തിൽ മുക്കുന്ന, കാരുണ്യപ്രവാഹത്തിൽ നീരാടാൻ അനുഗ്രഹിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് എനിക്ക് ഉടനെ തന്നെ അങ്ങയുടെ അടിമയാകാനുള്ള ആ അനുവാദം തരണേ. പൊയ്യാകും സമ്പത്ത് ചേർത്തതിലാണെന്ന് ഞാൻ മെയ്യായി കരുതി കിടക്കുന്ന നേരത്ത് വന്ന് എന്നെ തന്നുടെ ദാസനായി തീർത്തവനെ. ഞാൻ പണ്ടുകാലത്ത് എങ്ങനെയുള്ളവനായിരുന്നു? പൊയ്യാകും സമ്പത്ത്, ഈ മിഥ്യയായ സമ്പത്ത് യാഥാർത്ഥ്യമാണെന്ന് കരുതി അതിനോട് ഒട്ടിപ്പിടിച്ച് ചേർന്നിരുന്നിരുന്ന എന്നെ അങ്ങ് മെയ്യായി കരുതി കിടക്കുന്ന നേരത്ത്, ആ സമ്പത്താണ് യഥാർത്ഥ സ്വത്ത് എന്ന് വിശ്വസിച്ചിരുന്ന ആ കാലത്ത് അങ്ങ് വന്ന് എന്നെ തന്നുടെ ദാസനാക്കി തീർത്തു. അതോടുകൂടി അജ്ഞാനം എന്നിൽ നിന്ന് പൂർണ്ണമായി മാറുകയും ഞാൻ ജ്ഞാനസ്വരൂപനായി മാറുകയും ചെയ്യുന്നു. സത്യസ്വരൂപനായ ശിവൻ്റെ അരുൾമൊഴികൾ എന്നെ ജ്ഞാനിയാക്കി മാറ്റി. എൻ അയ്യൻ എൻ ജീവൻ അമ്പലം വാഴുന്നോൻ എന്നോതി ദേവൻ്റെ തൂമലർ ചേവടി ചെന്ന് പാടുക നീ എൻ വണ്ടേ. എൻ അയ്യൻ എൻ ജീവൻ അമ്പലം വാഴുന്നവൻ എന്നോതി. അങ്ങ് എങ്ങനെയുള്ളവനാണ്? എൻ്റെ അയ്യനാണ്, എൻ്റെ യജമാനനാണ്, അതുപോലെ എൻ്റെ ജീവൻ്റെ ജീവനാണ്, എൻ്റെ ശ്വാസത്തിൻ്റെ ശ്വാസമാണ്. അമ്പലം വാഴുന്ന ചിദംബരേശനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് തൂമലർ ചേവടി ചെന്ന് എന്നെ സേവിക്കാൻ അനുഗ്രഹിക്കുക. അങ്ങയുടെ തൂമലർച്ചേവടിയിൽ ഞാൻ നിത്യ അഭയം കൊള്ളുന്നു. അങ്ങയുടെ മലർച്ചേവടിയിൽ പദാരവിന്ദങ്ങളിൽ ഞാൻ എൻ്റെ ജീവനാകെ ജീവിതമാകെ സമർപ്പിക്കുന്നു. ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയുടെ അടിയാനാണ്, അങ്ങയുടെ അടിമയാണ്. എന്നെ അനുഗ്രഹിച്ചാലും. തോലും തുകിലും അരയിൽ ചുറ്റി കുണ്ടലം തോടകൾ കാതിലിട്ട് തിരുനീറ് കുളിർചാന്തും മെയ്യിലാർന്ന് ശൂലവും കിളിയും തൻ കയ്യിലേന്തി വളകൾ കൈത്തണ്ടയിൽ കിലുങ്ങുമാറ് പഴമയാം ഈശൻ്റെ കോലം കണ്ടിട്ട് ഉള്ളുകുളിർന്നു മുരളുവണ്ടേ. ശിവൻ്റെ ഒരു അതിമനോഹരമായ വാഗ്മയ ചിത്രം ഇവിടെ മാണിക്യവാചകർ വരച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശിവവിഗ്രഹത്തെ അദ്ദേഹം വാക്കുകളെ കൊണ്ട് ആവാഹിക്കുകയാണ്. തോലും തുകിലും അരയിൽ ചുറ്റി, പുലിത്തോല് അരയിൽ ചുറ്റിക്കൊണ്ട് കുണ്ടലം തോടകൾ കാതിലിട്ട് തിരുനീറും കുളിർചാന്തും മെയ്യിലാർന്ന് ശൂലവും കിളിയും കയ്യിലേന്തി വളകൾ കൈത്തണ്ടയിൽ കിലുങ്ങുമാറ് പഴമയാം ഈശൻ്റെ കോലം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശിവരൂപം തെളിഞ്ഞ് പ്രകാശിക്കുന്നു.
അപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ശിവനെ കുടിയിരുത്തുകയാണ്. അതിമനോഹരമായ ഒരു വാഗ്മയ ചിത്രത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ, അനുവാചകൻ്റെ ഹൃദയത്തിൽ ശിവവിഗ്രഹത്തെ എന്നേക്കുമായി കുടിയിരുത്തി പൂജിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. തോലും തുകിലും അരയിൽ ചുറ്റി, കുണ്ടലം തോടകൾ കാതിലിട്ട്, തിരുനീറും കുളിർച്ചാന്തും മെയ്യിലാർന്ന്, ശൂലവും കിളിയും കയ്യിലേന്തി, വളകൾ കൈത്തണ്ടയിൽ കിലുങ്ങുമാറ്, പഴമയാം ഈശൻ്റെ കോലം എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞ് തെളിഞ്ഞ് പ്രകാശിക്കുന്നു. എന്നോട് ഹൃദയം തന്നിൽ അങ്ങ് വിലസുന്ന അല്ലയോ ഭഗവാൻ ശിവ, അങ്ങയ്ക്ക് ഞാൻ നിത്യദാസനാണ്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. എന്നെ സ്വീകരിച്ചാലും എൻ്റെ ഹൃദയത്തിലങ്ങ്, എൻ്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിലങ്ങ് ഉപവിഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നെ ഒരിക്കലും വിട്ടു പോകരുതേ. ഇനി ഞാനും നീയും ഒന്നാണ്, ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് ചെന്നെത്തിക്കൂ ഭഗവാനേ എന്ന് പറയുകയാണ്. കള്ളൻ ഞാൻ, ക്രൂരൻ, അധമൻ, ഉള്ളത്തിൽ നാൾതോറും ഈശൻ വന്നാൻ, ഉള്ളിലെ ദുഃഖങ്ങളെല്ലാമേ തീർത്തോൻ്റെ കടലിണ ചേർന്ന് പാടുകൊണ്ടേ. ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു ഇതിനു മുമ്പ്? കള്ളനായിരുന്നു, നുണ പറയുന്നവനാണോ, അസത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചവനാണ് ഞാൻ. പിന്നെ ക്രൂരനായിരുന്നു, അധമനായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ ഉള്ളത്തിലാണ് അങ്ങ് ഇതേപോലെ വന്ന് വസിച്ചത്. അപ്പോൾ ക്രൂരനും കള്ളനും അതേപോലെ അസത്യവാനുമായ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേ ക്ഷണിച്ചപ്പോൾ ആ മാത്രയിൽ തന്നെ അങ്ങ് എൻ്റെ ഹൃദയവാസിയായി മാറി. അങ്ങനെ എന്നെ ആൾക്കൊണ്ട അല്ലയോ ഭഗവാൻ ശിവൻ, അങ്ങ് എൻ്റെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളെയും തീർത്തിരിക്കുന്നു. അതാണ് ഇവിടെ പ്രധാനം. എൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളെ മുഴുവനും തീർത്ത ഭഗവാനേ എന്നാണ് വിശേഷണം. അപ്പോൾ ഇത് കേൾക്കുന്നവർ, ഇത് ചൊല്ലുന്നവർ സത്യത്തിൽ അവരുടെ ഉള്ളത്തിൽ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെ മുഴുവനും ഇല്ലാതാക്കാൻ അല്ലയോ ഭഗവാൻ ശിവൻ അങ്ങയുടെ തിരുസാന്നിധ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വാക്കുകളിലൂടെ കടന്നു പോകുന്ന അനുവാചകൻ്റെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളെയും തുടച്ചു മാറ്റിക്കൊണ്ട്, എല്ലാ വേദനകളെയും തുടച്ചു മാറ്റിക്കൊണ്ട്, എല്ലാ ബന്ധനങ്ങളെയും അറുത്തെറിഞ്ഞുകൊണ്ട് ഇതാ ശിവഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വന്ന് കുടികൊള്ളുന്നു. അങ്ങനെയുള്ള അല്ലയോ ഹൃദയവാസിയായ ഭഗവാനെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയും എന്നെ അങ്ങയുടെ അടിമയായി ഞാൻ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത്. താമരമലരെന്നോ നാം ബ്രഹ്മാവും തിരുമാലും അറിയാതെ മാറി നിൽക്കേ, അടിയൻ ഞാൻ എല്ലാം അറിഞ്ഞ പോൽ നിൽക്കവേ, ശുനകനും മെത്ത വിരിച്ച പോലെ ആദരവോടെന്നെ കൈക്കൊണ്ട തിരുമേനിയാർന്നവൻ ചാരച്ചെന്ന് പാടുവണ്ടേ. അല്ലയോ വണ്ടേ, നീ ശിവൻ്റെ അടുത്ത് ചെന്ന് പാടുക. എന്താണ്? താമരമലരൊന്നാം ബ്രഹ്മാവും തിരുമാലും അറിയാതെ മാറി നിൽക്കേ. അതായത് ശിവൻ്റെ പാദങ്ങളും ശിവൻ്റെ ശിരസും ആദ്യം കണ്ടെത്തണമെന്ന് മത്സരബുദ്ധിയോടെ പാഞ്ഞു നടന്ന ആ ബ്രഹ്മാവും അതേപോലെ തന്നെ വിഷ്ണുവും അവസാനം പരാജയപ്പെട്ടു. അങ്ങനെ ശിവൻ്റെ ആദിയും അന്തവും കണ്ടെത്താനാകാതെ ബ്രഹ്മാവും വിഷ്ണുവും പോലും പരാജയപ്പെട്ട ആ സ്ഥലത്ത് ഞാനിതാ അങ്ങയുടെ ആദിയും അന്തവും കണ്ടെത്തിയിരിക്കുന്നു. അടിയൻ ഞാൻ എല്ലാം അറിഞ്ഞു. അടിയനായ ഞാൻ, അങ്ങയുടെ അടിമയായ ഞാൻ എല്ലാം അറിഞ്ഞു. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും അറിയാൻ കഴിയാത്ത ആദ്യന്തങ്ങൾ, ശിവഭഗവാന്റെ ആദ്യന്തങ്ങൾ ഞാനിതാ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശിവനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ, ശിവനെ പൂർണ്ണമായും ഹൃദയത്തിൽ ആവാഹിക്കാൻ ഈ നിത്യദാസന് കഴിഞ്ഞുപോയി. ഞാൻ എങ്ങനെയുള്ളവനാണ്? ശുനകന് തുല്യനാണ്. നിസാരരിൽ വച്ച് നിസാരനായ എനിക്കാണിത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ശിവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ പരാജയപ്പെട്ടു. അങ്ങനെയുള്ള അവസ്ഥയിൽ വെറും
നായയെപ്പോലെ നിസ്സാരനായ എനിക്ക് അങ്ങയുടെ ആദിയും അന്തവും കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങയെ എനിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ശിവൻ്റെ മഹത്വം മുഴുവനും എനിക്ക് ആവാഹിക്കാൻ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു അനുഗ്രഹമാണ് മാണിക്യവാചകർ ഇവിടെ പാടുന്നത്. അതായത് തനിക്ക് ശിവനെ അറിയാൻ കഴിഞ്ഞു. ആ അറിവാണ് ശിവൻ എന്ന് ഞാനിതാ മനസ്സിലാക്കുന്നു. ഞാൻ അറിഞ്ഞ അറിവാണ്, എന്നിലെ അറിവാണ്, എന്നിലെ ബോധമാണ് ശിവൻ എന്ന് ഞാനിതാ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശിവനും ഞാനും ഒന്നായി ചേർന്നിരിക്കുന്നു. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും കണ്ടെത്താൻ കഴിയാത്ത ശിവഭഗവാനെ ഞാനിതാ അറിഞ്ഞിരിക്കുന്നു. ഈ അറിവ്, ഈ നിത്യ അറിവ്, ഇതാണ് ശിവസാക്ഷാത്കാരം. അപ്പോൾ അറിവിൻ്റെ അറിവായി ഞാൻ മാറിയിരിക്കുന്നു. ശിവൻ്റെ മഹത്വത്തെ മുഴുവനും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കുന്നു. ശിവൻ്റെ അഷ്ടൈശ്വര്യ സിദ്ധികളിലും ഞാനിതാ ലയിച്ചു ചേർന്നിരിക്കുന്നു. അങ്ങനെ സർവത്തിലും ലയിച്ചു ചേർന്ന ശിവനിൽ എനിക്കും ലയിച്ചു ചേരാൻ കഴിഞ്ഞിരിക്കുന്ന ഈ മഹനീയമായ മുഹൂർത്തത്തിൽ അല്ലയോ ഭഗവാൻ, ഞാൻ അങ്ങയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ അടിയാന്മാരിൽ വച്ച് അടിയാനാണ് ഞാൻ, നിത്യദാസനാണ് ഞാൻ. എന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതിൽ പരം എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും നേടാനില്ല. എൻ്റെ അനുഗ്രഹീതമായ നിമിഷമാണിത്, എൻ്റെ ശിവനിമിഷമാണിത്. ഈ ശിവസാന്നിധ്യത്തിൽ, ഈ ശിവസായുജ്യത്തിൽ, ഈ ശിവസല്ലയനത്തിൽ ഞാൻ അലിഞ്ഞലിഞ്ഞില്ലാതാണ്. ഞാനും അങ്ങും ഒന്നായിത്തീരുന്നു. ഈ ശിവോഹം എന്ന അവസ്ഥയിലേക്ക് ഞാനിതാ എത്തിച്ചേർന്നിരിക്കുന്നു. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും പറ്റാത്ത ആ മഹത്വത്തിലേക്ക്, ആ ശിവസായുജ്യത്തിലേക്ക് ഞാനിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാണിക്യവാചകർ പരമനിർവൃതിയോടെ പാടുന്നത്. ഈ പരമനിർവൃതിയോടെ പാടുന്ന ഈ തിരുവാചകം ആരാണോ വായിക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, ആരാണോ അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നത്, അവരും ശിവനുമായി ഒന്നായി ചേരുന്നു. ശിവോഹം എന്ന അവസ്ഥയിലേക്ക് ഇത് കേൾക്കുന്നവരും എത്തിച്ചേരുന്ന മഹനീയമായ സ്വർഗീയമായ ശിവനിമിഷമാണിത്. ഈ ശിവനിമിഷത്തെ നമുക്ക് അലിഞ്ഞലിഞ്ഞ് ശിവനായി തന്നെ പ്രാപിച്ച്, ശിവനെ തന്നെ പ്രാപിച്ച് ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഓം ശിവായ നമഃ.